റോയൽ എൻഫീൽഡ് നടത്തി വരാറുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്രാവശ്യം മോട്ടോവേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. തൃശ്ശൂരിൽ നിന്നുള്ള ടീമിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. തൃശ്ശൂർ ടു ഗോവ 20-ാം തീയതി 4 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ചങ്ങനാപുരത്തുനിന്ന് ഞാൻ ജോയിൻ ചെയ്തു 4:30. റെസ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ 400 കിലോമീറ്റർ താണ്ടി ഉടുപ്പിയിലാണ് ആദ്യത്തെ സ്റ്റേ. 5:30 മണിക്കാണ് ഉടുപ്പിയിലെത്തിയത്. അന്ന് അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് വീണ്ടും 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 47 പേരടങ്ങുന്ന ഒരു ടീമാണ് പോയത്. 42 ബുള്ളറ്റുമേ 47 പേര്. 4 ഫാമിലി ഉണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളെ പാടുള്ളതിന്. പിന്നെ പിറ്റേ ദിവസം 4 മണിക്ക് ഞങ്ങൾ ഉടുപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 12:30 മണിക്ക് ഗോവയിലെത്തി. ടോട്ടൽ തൃശ്ശൂരിൽ നിന്ന് ഗോവയിലേക്ക് 825 കിലോമീറ്റർ. അവിടെ ചെന്നിട്ട് നമ്മളിത് മുൻകൂട്ടി രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടീമായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത്. ടോട്ടൽ 500-600 പേര് കേരളത്തിൽ നിന്നുണ്ട്. മുഴുവൻ സ്റ്റേറ്റിൽ നിന്നും, ഇന്ത്യയിലെ ഓൾ ഇന്ത്യയാണ്. അതായത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും വന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെ മോട്ടോർ സൈക്കിൾ റേസിങ്, അതുപോലെ തന്നെ പുതിയ ബൈക്ക് പരിചയപ്പെടുത്തൽ, അതിൻ്റെ ഷോറൂമുകൾ, അതുപോലെ ഫുഡ്, പിന്നെ സ്റ്റേജ് ഷോ, ഈവൻ ബുള്ളറ്റ് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി കൊണ്ടുള്ള ഒരുപാട് നമ്മൾ മുമ്പ് കാണില്ല, മരണക്കിണർ എന്ന് പറയുന്ന അങ്ങനെ കുറേ പരിപാടി. 3 ദിവസമാണ് ആ പരിപാടി. ബുധനാഴ്ച പോയി വ്യാഴാഴ്ച അവിടെ എത്തി. വെള്ളി, ശനി, ഞായർ 3 ദിവസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങോട്ടും അതുപോലെ തന്നെയാണ്. നമ്മൾ അവിടുന്ന് പുലർച്ചെ പോരും, 4-4:30 മണിക്കൊക്കെ പോരും. പിന്നെ ഗോവയിൽ സ്റ്റേ ചെയ്യും. ഗോവയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് വരും. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പുതിയ ഒരു വൈബ്. അതായത് റൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രത്യേക റൈഡിന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ റൈഡിൽ പങ്കെടുത്തത്. എന്നാലും പുതിയൊരു വൈബും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു അനുഭവം. ഗോവയിലെ ഓൾഡ് ജീസസ് ചർച്ച് എന്ന് അതിന് പറയും. സെന്റ് ഫ്രാൻസിസ് ജീസസിന്റെ ഒരു ബോഡിയുണ്ട്. അത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അത് 10 വർഷത്തിലൊരിക്കൽ താഴ്ത്തെടുക്കും. ആ എടുത്തിട്ട് വെക്കുന്ന ദിവസമാണ് ഇന്ന്.
അപ്പൊ അവിടെ വന്നാണ് ഞങ്ങൾ. ഒരു സംഭവമാണ്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ. ഗോവയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു. ആകെ ഒരു 6 മണിക്ക് തിരിച്ചപ്പോ ഞങ്ങളിതാ ഒരു 150 കിലോമീറ്റർ ഓടി വഴിയിലൊന്ന് ഇവിടെ നിർത്തി ഒരു ചായ കുടിക്കാണ്. പിന്നെ ഇത് അടിപൊളി സീനാട്ടോ. ഗോവയില് കുറച്ചുകൊണ്ട് പോന്നിട്ട് അവിടെ ഉള്ള ഒരു ഭയങ്കര ഒരു ഇതാണ്.